കെട്ടി പന്നിക്കൊട്ടം പോലെ ഇറങ്ങിയിരിക്കാണല്ലേ? ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരരുതെന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് വന്നാലോ? പെറ്റ വയറിന്റെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവളുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ലാതായി കുറുപ്പ് സാറേ. ഞങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല. ഞാനാണ് അവന്റെ അഡ്വൈസറി. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനെയും കൂടെ കൊണ്ടുവന്നത്. അമേരിക്കക്കാരനായത് കൊണ്ടൊന്നുമല്ല, എന്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞ ജീവനാ. അതുകൊണ്ടൊന്നല്ല, അവൻ എന്റെ മോനാ. ആരും അവന് ഇഷ്ടപ്പെട്ടു പോകും. എന്റെയും മോന. അവരിവിടെ ഉണ്ടോ? ഉണ്ട്. ശോവേ ശോവേ ശോ ഇവിടെ. മോനെ മോളെ, നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. എന്തെങ്കിലും എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ചൂടാവരുത്, ചളമാക്കരുത്. മോനെ, ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞ, പക്ഷെ വന്നു. ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം. ഞാനാണ് പറഞ്ഞത്, ബോറാവരുത്. നിങ്ങൾക്കൊരു നീ ഇവിടെ ഡ്രൈവറായിട്ടല്ലേ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു. അതല്ല ചുമ്മാ ഞാൻ അവൻ ചൂടാകാതെ നോക്കുമ്പോ താനെ നശിപ്പിക്കുമല്ലേ. എന്റെ മോൻ എവിടെ? മോനെ ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് പറയുന്നേ, ദാ നിൽക്കുന്നു. അയ്യോ ഇതല്ല, ഇതെന്റെ മോനല്ല. അയ്യോ കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു സ്വന്തം മോനല്ല എന്നൊരിക്കലും പറയരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ? കള രണ്ടൊരു മോനേന്ന് വിളിക്കാം. എന്റെ പട്ടി വിളിക്കും. ഓഹോ, ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുടിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ലേ എനിക്ക് തോന്നി. എന്താ തന്നെ ഇതിനകത്ത് കയറ്റിയുണ്ടോ? അല്ല, ഇവരെ കയറ്റിയതുകൊണ്ട്. എന്റെ ഡ്രൈവറായി വന്ന ഈ നായെ കയറ്റിയതുകൊണ്ട്. പറയാ പിള്ളേരെ മോനെ ഇവിടെ. അപ്പൊ ഇവനല്ലേ ഇങ്ങടെ മോൻ? അല്ല, അമേരിക്കക്കാരനാണോ? അവൻ തന്നെ ഇവനവനല്ല. അവൻ തന്നെ അവനല്ല ഇവൻ. പിന്നെ അവനെവിടെ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്റെ മകൻ ഓ മാധവൻ എവിടെയെന്ന്. എം.എ. ധവാൻ. പറയാ എന്റെ മോനെ ഇവിടെ. എന്റെ തല ആരെങ്കിലും തുറന്നതാ. അയ്യോ, സാമദ്രോഹി, മേലാലി പണി ചവിട്ടിയാ നിന്റെ എല്ലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, കുറുപ്പ് സാറവൻ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. പോവുക. എല്ലാം പൊളിഞ്ഞത് പറഞ്ഞാ മതിയടാ ശിവ. മാധവന്റെ തന്തയും തള്ളയും വന്നു. വലിയ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച് ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും. ഇനി ഒരു ജോലിക്ക് എവിടെ പോവും? ഈ ഒരലില്ലേ, ഒരല് മദവത്തിനോട് എന്ന് പറയുന്നത് പോലെ. അളയാ, അതിനേക്കാൾ കഷ്ടമല്ലേ എന്റെ കാര്യം. ഞാൻ വഴിയാധാരമായില്ലേ. ആ ദാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ. അപ്പൊ ഇനി എന്താ നിന്റെ പരിപാടി? ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും. ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല. സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും വലിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാടാ ശപ്പന്മാരായിട്ടിരിക്കുന്നത്? വാ. ഇവിടെ ആരുമില്ലേ? എന്ത് പറ്റി നോക്കില്ലേ? ഇവിടെ ആരും എന്ത് പറ്റി? ഒന്നും കൂടെ കയറി വാളോ. വക്കീലേ, വക്കീലേ, വാക്കീലേ. എവിടെയാണപ്പാ ഈ കുറുപ്പ് എന്റർപ്രൈസസ്? ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. ആരാ? ഞാനാ. ഏത് ഞാൻ? ഞാനാ. ഞാനോ? ഞാനാ. ഈ കുറുപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ. എന്റർപ്രൈസിംഗ് കുറിപ്പോ? ഞാനൊരു കുറിപ്പാ. പക്ഷെ എന്റർപ്രൈസിംഗ് കുറിപ്പല്ല, ഓമ കുറിപ്പാ. കേട്ടില്ല? നമ്മളാരാ?
അല്ല ഞാൻ ആ. കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ, ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ. ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിലല്ലേ ഡയറക്ടർ ആവശ്യമുള്ളൂ. എന്റെ കേസെല്ലാം നോക്കുന്നത് ദാമുവ. അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇനി അവനോ മറ്റാ ചിലപ്പോ ആയിരിക്കും. അല്ല, ദാമുവിന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണ നേരാണോ? അയ്യോ അയ്യോ, ദാമുവിന്റെ കയ്യിലോ? ആ, നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി. മാസത്തിൽ 400-500 രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് മണിയാ. നിങ്ങൾ പറയുന്ന ദാമുവിനെ കാണാൻ എന്താ വഴി? അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവനെ തന്നെ ഞാനും നോക്കുന്നത്. എവിടെ? ദാമു, വാക്ക്. എപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓടുന്നത്? എടോ വക്കീലേ, തന്റെ കയ്യില് ബ്ലാക്ക് മണി ഉണ്ടോ? പോക്കറ്റ് മണിയായിരിക്കും. അല്ലല്ല, ബ്ലാക്ക് മണി തന്നെ. ഇല്ലടോ, ഇവിടെ നോക്ക്. തന്റെ ആരാത്? എന്റെ അങ്കിൾ. അങ്കിള് അവലക്ഷണം കേട്ട ലുക്ക്. എന്തൊക്കെ മണി സുഹൃത്ത് വിട്ടേക്ക് വിട്ടേക്ക് ഇവിടെ നിർത്തണം. ഞാനൊരു പാവയൊന്നുമല്ല ചരട് വലിക്കുന്നതനുസരിച്ച് ചാടാനും. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങൾക്ക് കുറച്ച് ഛേദമുണ്ടടി. ഒരു ദാരിദ്ര്യവാസിയുടെ കൂടെ പുറത്ത് പട്ടിണി കിടക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. മോളെ, അറ്റൻബറോ പ്രഭുവിന്റെ വെടിയുണ്ടകളെ പോലും ഞാൻ ഭയന്നിട്ടില്ല. പക്ഷെ നീ കേവലം ഒരു ഡ്രൈവറെ കെട്ടിയാൽ പിന്നെ ഈ സർദാർ കൃഷ്ണക്കുറുപ്പ് ഒരു നിമിഷം പോലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ഛൻ പറയുന്ന അമേരിക്കക്കാരനെ കിട്ടിയാൽ അതേ സ്ഥിതി തന്നെയാവും എന്റേതും. നീ കൂടുതൽ വിസ്തരിക്കണ്ട. ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ നിശ്ചയിച്ച ആള് തന്നെ നിന്നെ കെട്ടും. എന്നാ അമ്മ തന്നെ അയാളെ കെട്ടേണ്ടി വരും. എന്താണ് വേണ്ട തങ്കം, കൈപ്രയോഗം വേണ്ട. ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തള്ളിക്കള. അത്രേ ഉള്ളടി ഞങ്ങളുടെ കാര്യം. വാൾപ്പയറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20,000 രൂപയോളം നഷ്ടം വരും. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോമക്കുറുപ്പും മാന്യനായ മെമ്പർ കൃഷ്ണക്കുറുപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബിൽ അടയ്ക്കേണ്ടതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ആ അഭിപ്രായം ഞാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അടക്കാനാവാത്ത കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത്. അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിന് എഴുതി തള്ളാവുന്നേ ഉള്ളൂ. ഓരോരുത്തരെ സംസാരിക്കും. വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിന്റെ പൊതുമുതൽ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. നഷ്ടപരിഹാരം ഒറ്റയ്ക്ക് സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. കാരണം ഇവിടെ ലഹരി ഉണ്ടാക്കി ഞാനല്ല. പിന്നെ ആര്? പള്ളി പോയി പറഞ്ഞാൽ തന്നെ അപ്പൂപ്പ ഇരിക്കുന്നുണ്ടോ? എപ്പോഴും വഴക്കുണ്ടാക്കുന്ന 2 മെമ്പർമാരെ ഉൾക്കൊണ്ട് ഈ ക്ലബിന് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കുഴപ്പമുണ്ടാക്കുന്ന മെമ്പറെ പുറത്താക്കണമെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. എന്റെ ബലമായ അഭിപ്രായം അത് തന്നെ. തന്നെ പുറത്താക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് താൻ സ്വയം പുറത്തു പോടോ. ഞാനെങ്ങോട്ട് പോയി? ഇന്ത്യൻ പീനൽ കോഡിൽ കൈവയ്ക്കാൻ എന്നെ നിർബന്ധിതനാക്കരുത്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. എന്താ അങ്കിൾ, നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? എനിക്ക് പ്രശ്നമില്ല. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. മര്യാദ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് കാണിക്കും. ഇതൊരു അവസാന സന്ദർഭമാണ്. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇരുവരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എണീക്കൂ. ഞങ്ങൾ ഒന്നാണ്. എന്താ വിശ്വാസമായില്ലേ? എന്നാ കേട്ടോ, ബഹുമാനപ്പെട്ട മെമ്പർമാരെ, എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു. അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. കോമണ്ണൻ കല്യാണം കഴിയുന്നവരെ എന്നോടൊത്ത് താമസിക്കണം. നമുക്ക് വീട്ടിൽ ചെന്ന് മോളെയും കൂട്ടിക്കൊണ്ട് പോവാ.
പെൺകുട്ടികളുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. എടാ പുല്ലേ, നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ നിൽക്കുന്ന കോമക്കുറുപ്പിന്റെ മകൾ അരുണെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പിന്നെ കുറെ പുളിക്കും. അപ്പൊ തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സംസാരിക്കാൻ ഏഴ് കോപ്പിൽ അനിയൻ. അയ്യോ, ഒരുത്തൻ കയറി വർത്താനം പറയുന്ന നിനക്ക് ഇവരുടെ ചേട്ടനുമല്ല ഞാനുമല്ല ചേട്ടന്റെ പുറത്തേക്ക് അല്ലെന്ന് പറഞ്ഞു അവനെ അടിക്കണ്ടേ? ഇവിടെ കണ്ട് വെള്ളം കൂട്ടരുത്. വല്ലതും പറയാനുള്ള വീട്ടിൽ ഞാൻ പറഞ്ഞു. ക്ലബിന് മുന്നിൽ ഇത്രയും വൃത്തിയാൻ അനുവദിക്കില്ല. ചെയ്യാനും പറയാനുള്ള വീട്ടിന്റെ അയ്യോ അണ്ണാ, യവന്മാരെങ്ങനെ വിട്ടാ പറ്റൂല. അങ്ങനെ വിട്ടാ പറ്റൂല. ഹലോ. ഹലോ, ഹൗ ആർ യു? വാട്ട് യു വാണ്ട്? ഒറ്റയ്ക്കാണോ? അതെ. കല്യാണത്തിന് വരാനുള്ള മടി കൊണ്ടായിരിക്കും ഇന്ന് തന്നെ ഇവിടെ പുറപ്പെട്ടത് അല്ലേ? വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ എം സോറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ഒന്ന് ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കേട്ടോ. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നമസ്കാരം. നമസ്കാരം. ഹലോ 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 ഹലോ. ഇവനെ ആളല്പം പക്ഷേ അതെനിക്ക് നേരത്തെ അറിയാവുന്ന. അല്ല ഇവനെ എന്ത് ആ ലക്ഷ്മി വന്നിരുന്നു. എപ്പോ? പറയാം, വരൂ. അകത്തൊരുപാട് ജോലിയുണ്ട്. ദാ ചായ. ചായ. കൃഷ്ണ, നീ കുടിച്ചോ? അണ്ണം കൂടി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് നോക്ക്, നീ എന്നെ അതിഥിയാക്കണം. കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത്. എന്റെ കൈ കൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ ഇടണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. കുടിയണ്ണ കുടി. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഓ, മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ എടാ, നിന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീറുന്നുണ്ടായിരുന്നതാ. അണ്ണന്റെ നീറുമെന്ന് എനിക്കറിയാം. കലികാലമായതുകൊണ്ട് തോന്നിയതാണ് അണ്ണ. അണ്ണ, എന്റെ കഷ്ടകാലം എല്ലാം മാറി. അല്ലെങ്കിൽ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കൻ കെട്ടുവോ? അല്ല കൃഷ്ണ, അവൻ ഈ അമേരിക്കൻ എന്താ ജോലി? അയ്യോ, അവിടത്തെ എല്ലാത്തരം ബിസിനസ്സുകളും അരച്ചിലക്കി കുടിച്ചവനല്ലേ അവൻ. എന്ത് കലക്കി കുടിച്ചിരുന്നാ? കണ്ടിട്ടൊരു മിടുക്കനാണെന്ന് തോന്നുന്നു. അത് അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ്. അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീമ്പടിച്ചോണ്ട് നടക്കണവനല്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അണ്ണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തിൽ വക്കീല് തന്നെ. നിനക്കെന്താ ഡൗട്ട്? അവന്റെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ ധരിച്ചിരുന്നു പോവാ. അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്ത. നിന്റെ ആ ചൊക്കില് അമേരിക്കക്കാരനെ പോലെയല്ലവൻ. എടാ, അവനെ കണ്ട അവന്റെ മുഖം തന്നെ അവിടെ എന്തൊരു ഐശ്വര്യ. ഒരു കള്ള ലക്ഷണം. അവന് തന്തയും തള്ളേ ഒന്നുമില്ല. അവന് തന്തയും തള്ളയിലേക്ക് നിനക്കെന്താ നഷ്ടം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. താനും തന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്. നിന്റെ കാര്യം നോക്കാൻ വന്നു. പിന്നെ എന്റെ കാര്യം നോക്കണം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാര്യമല്ലേ നോക്കിയത്? അത് നിന്റെ കാര്യം നീ നോക്കിയാൽ മതി. പിന്നെന്തോന്ന്? ഓടാ നക്കി, ഓടാ നാറി, എന്റെ കപ്പ്, നിന്റെ കപ്പ് നിന്നെ കൊല്ലും. മൂഷിയ സ്ത്രീ വീണ്ടും മൂഷിയ സ്ത്രീ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറോപ്പ് വല്ല വിവരമുണ്ടോ? എടാ കോമാ, ആവശ്യമില്ല, രണ്ടുപേരും സംസാരിക്കരുത്. ഒന്ന് അടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ ആ പഴയ തറ സ്വഭാവം. അതായത് ഇതെന്ത് പറ്റി രണ്ട് മോന്തെ നിർമ്മിച്ചോണ്ട് നിൽക്കുന്നത്? ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യത്തിന് കൊനിഷ്ഠ ഇപ്പോഴേ ഉണ്ട്. അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാൽ സംഗതി ആകെ കൊളാവും. ഒന്നും പേടിക്കണ്ട, പപ്പൻ കുരുക്കളി ഇപ്പൊ വരും. എന്തിന്? IPC 203 വകുപ്പിൽ ഒരു ഖണ്ഡികയുണ്ട്, വേണ്ടി വന്നാൽ സുരക്ഷയ്ക്ക് അംഗരക്ഷകരെ നിർത്താമെന്ന്. ഒന്നല്ല, 2 പാമ്പുകളെയാണ് നമ്മൾ നോവിച്ചു ആ വിട്ടിരിക്കുന്നത്. കാപാലികന്മാരെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്, ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. അതാ വരുന്നു കേരളപുത്രൻ. നമസ്കാരം.
നമസ്കാരം. വടക്കൻ കേരളത്തെ മുഴുവൻ കിട്ടുകിട്ട വിറപ്പിച്ച ഭയങ്കരനായ അഭ്യാസി പപ്പൻ ഗുരുക്കൾ. എന്റെ അങ്കിൾ കൃഷ്ണക്കുറുപ്പ്, പുള്ളിയും ഒരു ചില്ലറ കളരി അഭ്യാസിയാണ്. ഓഹോ, ഏത് മുറയാ? അങ്ങനൊന്നുമില്ല. നാളെ കല്യാണം കഴിയുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്കിൾ, ഓ, ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. ആ ഡ്രൈവർ ഒരു മഹാ തല്ലിപ്പൊളിയാണ്. അവൻ എന്റെ മുഖത്ത് നോക്കി പറയുക അവനാണ് അമേരിക്കക്കാരനെന്ന്. അയ്യോ, ഞാനീ തവാൻ കുഞ്ഞിനെ എന്തൊക്കെ ചെയ്തെന്നറിയാവോ? അതൊന്നും സാരമില്ല അങ്കിൾ. രാത്രി നേരത്ത് അവൻ വന്നാൽ ഈ പപ്പൻ കുരുക്കൾ അവനെ അടിച്ചിടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കും. അവൻ അരച്ചു പിഴിഞ്ഞ് നാളത്തെ സദ്യക്ക് വിളമ്പും.